ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വടയാണ്. കാരാവട. ട്രിവാൻഡ്രംകാരുടെ സ്വന്തം കാരാവട. അരിയെ, ഉഴുന്ന്, കടലപ്പരിപ്പ് ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് ചെയ്യുന്ന ഒരു വടയാണ്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസ്. അത് 2 കപ്പ്. അത് കഴുകി ഒരു 3 മണിക്കൂർ കുതിർത്തതാണ്. ഇത് മിക്സിയിൽ അരയ്ക്കുന്ന കട്ടിയായിട്ട് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കരുത്, നന്നായിട്ട് അരയും വേണം. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കി 3 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്താണ്. അതും അല്പം വെള്ളം ചേർത്ത് കട്ടിയായിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് കടലപ്പരിപ്പും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഈ 5 ചുവപ്പ് മുളകും കൂടെ അതിനോടൊപ്പം ചേർത്ത് അരയ്ക്കണം. തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തു നിന്നും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മാറ്റി വയ്ക്കണം. നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, ഇടയ്ക്ക് കടിക്കാനായിട്ട് എടുത്ത് ആദ്യമേ അരയ്ക്കുന്നതിന് മുമ്പ് മാറ്റി വയ്ക്കത്തില്ലേ, അതുപോലെ. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്. ഇത് 2 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില, 6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കായം. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി, അത് 1/2 ടീസ്പൂൺ. ഇതൊക്കെയാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. ആദ്യം നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. ഈ അരി 2 പ്രാവശ്യമായിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നതാണ്. അരിമാവ് അരച്ചെടുത്തിരിക്കുകയാണ്. നല്ലപോലെ പേസ്റ്റ് പോലെ അരിഞ്ഞു. ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഉഴുന്നരച്ചെടുക്കാം. ഇതിലും ഒരല്പം വെള്ളം. ഉഴുന്ന് കുതിരാനിട്ടിരുന്ന വെള്ളം തന്നെയാണ് ഇതിലൊഴിച്ചത്. എപ്പോഴും നമ്മൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഉഴുന്നാട്ടുന്ന സമയത്ത് ഉഴുന്നാദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. കഴുകിയതിന് ശേഷം മാത്രമേ കുതിരാൻ വെള്ളത്തിലിട്ട് വയ്ക്കാവുള്ളൂ. ആ വെള്ളം കൊണ്ടപ്പം നമുക്ക് അരച്ചെടുക്കാം. അപ്പം മാവിന് നല്ല കൊഴുപ്പ് കാണും. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരയണം. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കണം. മാവെല്ലാം കൂടെ കുഴയ്ക്കുന്ന സമയത്ത് എടുക്കാം. ഇത് തരിതരിയായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. ഇതിനോടൊപ്പം സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചുവപ്പ് മുളക് ഇതടിച്ചെടുത്ത് ഇതാണ് അരച്ചെടുക്കണ്ട. ഫുള്ളായിട്ട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ മുളക് വെക്കണില്ലേ, തരിതരിയായിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് അരഞ്ഞ് ചേർന്നിട്ടില്ല. ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിനോടൊപ്പം മിക്സ് ചെയ്യാം. കടലപ്പരിപ്പ് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്നില്ലേ, അത്. ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇഡ്ഡലി റൈസാണ് എടുത്തത്. ആ ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് പച്ചരി എടുത്താലും മതി. ഞാനിപ്പോൾ അരച്ചെടുത്തത് കറക്റ്റ് ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനല്ല വരുന്നതെന്നൊരില്ല, ലൂസായിട്ടാണ് മാവ് വരുന്നതെന്നൊരു നിങ്ങൾക്ക് ആ കട്ടിക്ക് വേണ്ടിയിട്ട് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർക്കാം.
അപ്പം എന്ത് ചെയ്യണ്ട, ഇങ്ങനെ വരണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കളറ് കിട്ടും. മറ്റേ മുളക് പൊടി ചേർത്താലും മതി, ഇത് ചേർക്കുന്നത് അതുകൊണ്ടാണ്, കുറച്ചുകൂടെ കളറ് കാണും. ഇതിന് നമുക്ക് ഉടനെ തന്നെ പൊരിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് ഒരു ഷേപ്പൊന്നും ഉണ്ടാക്കിയിടേണ്ട കാര്യമില്ല. ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിട്ടത്. ഈ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള വേഗത്തില്ല. അതുകൊണ്ട് ബോള് പോലെ മുരുണ്ട്. അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ലേ, അരയ്ക്കാതെ, അതൊക്കെ ഒന്ന് വേഗണ്ടേ. ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് അടക്കുന്നത്. ഫുൾ ഫ്ലെയിമിലിടാതിരുന്നാൽ മതി. അടുത്തത് ഇതുപോലെ തന്നെ ഇടാം. ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ കാരാവട പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നോക്ക്, വേണ്ട, ഇതിൻ്റെ പുറം നല്ല മൊരിഞ്ഞിരിക്കുന്നു. ഇന്നാകാൻ നോക്കി, നല്ല സോഫ്റ്റായിട്ട്. ഇനി നമുക്കിതൊരെണ്ണം കഴിച്ചു നോക്കണ്ടേ. ഇതിനുവേണ്ടി ഞാനൊരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചട്നിയുടെ വീഡിയോ നേരത്തെ ഇട്ടതായിരുന്നു യൂട്യൂബിൽ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നല്ല സൂപ്പർ ടേസ്റ്റ്. നിങ്ങളിത് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് താങ്ക്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.